കെ സ്റ്റെഫിൻ കൂടി ചേരുകയാണ്. സ്റ്റെഫിൻ, ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുക എന്നതായിരിക്കുമോ നിലവിൽ പോലീസ് എടുത്തിരിക്കുന്ന സമീപനം? പ്രകോപനത്തിലേക്ക് കൂടുതൽ പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? സ്റ്റെഫിൻ പ്രതീക്ഷ ഏതായാലും വലിയ പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5-6 തവണ ഇപ്പോൾ ജലപീരങ്കി തുടർച്ചയായി കുറേ നേരം പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. സമര ഗേറ്റിന് മുന്നിൽ അവർ നിൽക്കുന്ന കാഴ്ചയാണുള്ളത്. ഇപ്പോൾ ഏതായാലും കൂടുതൽ ആവേശത്തോടുകൂടി പ്രവർത്തകർ ആ പോലീസ് വാഹനത്തിന് വരുണിന് മുന്നിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാം. ഒപ്പം മുദ്രാവാക്യം വിളികളുമായി ഇങ്ങനെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. വലിയ കൊടികളുമൊക്കെയായി പോലീസ് വാഹനത്തിൽ നേരെ അടിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ കണ്ടു. അല്പം മുമ്പ് ഒരു പ്രവർത്തകൻ ഇവിടെ മറിഞ്ഞു വീണിരുന്നു, ജലപീരങ്കി പ്രയോഗത്തിൽ മറിഞ്ഞു വീണിരുന്നു. ആ പ്രവർത്തകനെ ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി തയ്യാറാകാതെ ഇവിടെ തന്നെ നിലയുറപ്പിച്ച സ്ഥിതിയാണ് ഉള്ളത്. ഒപ്പം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് ആ സമരഗേറ്റിന് തൊട്ട് സമീപത്ത് ഒരു കവറിംഗ് പൊസിഷനിലാണ് നിൽക്കുന്നത്. കാരണം ഒരു പ്രവർത്തകർ അകത്തേക്ക് ഓടിപ്പോകാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റു ഭാഗത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ആ രീതിയിൽ ക്രമീകരണം ഏതായാലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധമാണ് ഇപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരുപക്ഷെ കൈവിട്ട് പോകാനുള്ള സാധ്യത ഇപ്പോൾ മുന്നിൽ കാണുന്നു. ആ പോലീസ് വാഹനത്തിന് അപ്പുറത്തേക്ക് കുറേ പ്രവർത്തകർ ഏതായാലും മാറിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പോലീസുമായി നേരിയ തോതിലുള്ള സംഘർഷം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പോലീസുമായി നേരിയ തരത്തിലുള്ള ഉന്തും തള്ളും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇന്നലെയും തുടക്കത്തിൽ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധ പ്രകടനം അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനമായിരുന്നു ഭാഗത്തു നിന്നും ഈ സെക്രട്ടേറിയറ്റിലേക്ക് വന്നത്. ഈ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം വീണ്ടും തിരിച്ച് പോകുന്നതിനിടയ്ക്കാണ് പാളയത്ത് വെച്ച് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധവും വലിയ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ കാണാൻ കഴിയുന്നത് പ്രവർത്തകർ ഇപ്പോൾ ഏതായാലും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം ഏതായാലും നടത്തുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുറന്നു കിടന്ന സമരഗേറ്റാണ്. ആ സമരഗേറ്റ് ഇപ്പോൾ ഏതായാലും അടച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് അത് അടച്ച നിലയിലാണ് ഇപ്പോൾ ഏതായാലും സമരഗേറ്റ് ഉള്ളത്. ഒപ്പം ഒരുപാട് പ്രവർത്തകർ ഇന്നലെ പരിക്കേറ്റ കൈയൊടിഞ്ഞ പ്രവർത്തകരെല്ലാം ഈ സമരത്തിന് വന്ന് പങ്കെടുക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് ഒരു പ്രവർത്തകൻ ചെരുപ്പ് ഊരി പോലീസ് വാഹനത്തിന് നേരെ എറിയുന്ന കാഴ്ചകളാണ് കണ്ടത്. ഒരുപാട് പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2-3 പേരെ ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നേരത്തെ 11 മണിക്ക് ഈ പ്രതിഷേധ പ്രകടനം ഇങ്ങോട്ടേക്ക് ഉണ്ടാകുമെന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പിന്നീട് പ്രവർത്തകരൊക്കെ എത്തിച്ചേരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം സമരം നീണ്ടുപോയത്. ജലപീരങ്കി പ്രയോഗത്തിൽ ഏതായാലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ലഭിച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം പ്രകോപനം അങ്ങോട്ടേക്ക് ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. ഈ പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ തയ്യാറായില്ലെങ്കിൽ മാത്രം അത്തരം വലിയ കാര്യങ്ങളിലേക്ക് പോകും, വലിയ നടപടിയിലേക്ക് പോകും. ഇപ്പോൾ ഏതായാലും പോലീസ് അവിടെ സംയമനം പാലിച്ച് നിൽക്കുകയാണ്. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ തരത്തിലുള്ള പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉയർത്തുന്നു. ആ കെട്ടിവെച്ചിരിക്കുന്ന ബാരിക്കേഡ് ഒരു ഭാഗത്തേക്ക് ചരിച്ച് ഇട്ടിട്ടുണ്ട്. അതാണിപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച. വനിതാ പ്രവർത്തകരടക്കമുണ്ട്. ആരും തന്നെ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഈ ഇന്നലെ പരിക്കേറ്റ പ്രവർത്തകരടക്കം ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോഴും മുദ്രാവാക്യം വിളികളുമായി സമരഗേറ്റിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കുറേ കൊടികൾ ആ ബാരിക്കേഡിന് മുകളിൽ കുത്തിവെച്ചിരിക്കുന്നത് കാണാം. നേരത്തെ 5 തവണ ഈ ജലപീരങ്കി പ്രയോഗിച്ചുവെങ്കിൽ പോലും ചിലർക്ക് പരിക്കേറ്റെങ്കിൽ പോലും അവരെ കൃത്യമായി തന്നെ മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ചില പ്രവർത്തകർക്ക് വീണ്ടും പരിക്കേറ്റിട്ടുണ്ട്. അവർ മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചിലരുടെയൊക്കെ കയ്യിൽ നിന്നൊക്കെ ചോരയൊക്കെ വരുന്നുണ്ട്. കൈ ഒടിഞ്ഞ രണ്ട് കൈയും ഒടിഞ്ഞ പ്രവർത്തകരെ കാണാം. ഒപ്പം തന്നെ ആ ബാരിക്കേഡ് വലിച്ചപ്പോഴോ മറ്റോ കൈക്ക് പരിക്കേറ്റ പ്രവർത്തകനാണ് ഇപ്പോൾ പോകുന്നത്. അദ്ദേഹത്തെ കാണാം. അപ്പം ഇതുപോലെ തന്നെ നേരത്തെ ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഏതായാലും വലിയ പ്രതിഷേധം ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ, സമരഗേറ്റിന് മുന്നിൽ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ഗതാഗത തടസ്സം അതെന്തായാലും തൽക്കാലത്തേക്ക് ഉണ്ടായിട്ടില്ല. വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. അതുവഴിയുള്ള യാത്രയ്ക്കൊന്നും പ്രശ്നമില്ലല്ലേ നിലവിൽ? പ്രജീഷ്, ഏതായാലും MG റോഡിൻ്റെ ഒരു ഭാഗത്തുകൂടി, അതായത് പുളിമൂട് ഭാഗത്ത് നിന്ന് പാളയം ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഭാഗത്ത് സെക്രട്ടറിയോട് ചേർന്ന് കിടക്കുന്ന റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നില്ല. അവിടെ നിന്നും വാഹനം വഴിതിരിച്ച് വിടുന്ന നിലയിലാണ് ഉള്ളത്. ഒരു വാഹനത്തിലൂടെ മാത്രം, ഒരു വേയിലൂടെ മാത്രം വാഹനങ്ങൾ കടന്നു പോകുന്നു. മറ്റേത് വഴിതിരിച്ച് വിട്ടിരിക്കുകയാണ്. സാധാരണ ഇതിൽ നമ്മൾ കാണുന്ന പോലെ റോഡ് ഇപ്പോൾ പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യേണ്ട അവസ്ഥ നിലവിൽ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത്രയധികം വലിയ ഗതാഗത കുരുക്കുമില്ല. സാധാരണ 11 മണി അല്ലെങ്കിൽ 11
11:30 ആണെങ്കിൽ കൂടുതൽ ഗതാഗത കുരുക്കിലേക്കൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ ഏതായാലും ഉച്ച സമയമായതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയില്ല. പക്ഷേ 2 പോലീസ് വാഹനങ്ങൾ ഇവിടെ നേരത്തെ തന്നെ കൊണ്ടുവന്ന് സജ്ജമാക്കിയിരുന്നു. കൂടുതൽ പോലീസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ഒരു ഉദ്ദേശം ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസിന് പോകേണ്ടി വരും. അതുകൊണ്ടാണ് കൂടുതൽ പോലീസിനെ ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിരിക്കുന്നത്. ഇപ്പോൾ നേതാക്കൾ ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിനുശേഷം എന്താണ് എസ്എഫ്ഐയുടെ പ്ലാൻ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്നലെ ഏതായാലും വലിയ പ്രതിഷേധമാണ് നമ്മൾ പാളയത്ത് നടന്നത്. സാധാരണഗതിയിൽ പാളയത്ത് അത്തരത്തിലൊരു പ്രതിഷേധം കാണുന്ന സ്ഥിതിയില്ല. സെക്രട്ടേറിയറ്റ് മുൻപിൽ അല്ലെങ്കിൽ സമരഗേറ്റിന് മുന്നിലാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ കാണാറുള്ളതെങ്കിൽ പാളയത്ത് ഈ പ്രതിഷേധം ഇങ്ങനെ ഇവിടെ വന്ന് ആഹ്ലാദ പ്രകടനമായി വന്ന് തിരിച്ചു പോകുന്നതിനിടയ്ക്ക് ഉണ്ടായ പൊടുന്നനെയുള്ള പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് സമരഗേറ്റിന് മുൻപിൽ ഇരിക്കുന്ന ദൃശ്യം കാണുന്നുണ്ട്. ഒരു സംയമനത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇനി അറസ്റ്റ് ആയിരിക്കും, പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ളതായിരിക്കുമല്ലോ നേതാക്കളെ ഉൾപ്പെടെ. ഇനിയിപ്പോൾ ആ അറസ്റ്റിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അങ്ങനെ ആയിരിക്കും. അതല്ല വീണ്ടും ഇനി സമരഗേറ്റ് തള്ളി തകർത്ത് കയറാനുള്ള ശ്രമങ്ങൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കണം. ഏതായാലും എസ്എഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ഇനി ഏതായാലും വലിയ പ്രകോപനത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. കാരണം അവർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പോലീസിൻ്റെ ഏകപക്ഷീയമായൊരു നിലപാടാണ് ഇന്നലെ ഈ പ്രതിഷേധത്തിനോട് കാണിച്ചത്. അതിനെതിരെ മുതിർന്ന നേതാക്കളടക്കം ശക്തമായി പ്രതികരിക്കുന്നതും കണ്ടു. രാത്രിയിൽ എം വി ഗോവിന്ദനും അതോടൊപ്പം എം വി ജയരാജനുമെല്ലാം സംഭവം നടന്ന സ്ഥലത്തേക്കൊക്കെ വന്നിരുന്നു. ഒപ്പം ആശുപത്രിയിൽ ഈ പ്രവർത്തകരെ സന്ദർശിക്കുന്നതിന് വേണ്ടി പാർട്ടി സെക്രട്ടറി തന്നെ പോയിരുന്നു. അതെല്ലാം ഇന്നലെ കണ്ട കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏതായാലും കൂടുതൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കൂടുതൽ വലിയ പ്രകോപനങ്ങളിലേക്ക് നീങ്ങില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഏതായാലും നേതാക്കളുടെ പ്രതികരണം അത് പ്രധാനമാണ്. എസ്എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയും അവിടെയുണ്ട്. ഇന്നലെ പ്രകടനത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി വലിയ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് എസ്എഫ്ഐ സമരഗേറ്റിന് മുന്നിൽ തുടരുകയാണ്. സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ, KSUവിനെതിരെ ശക്തമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ എസ്എഫ്ഐ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരഗേറ്റിന് കവാടത്തിന് മുന്നിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. നേരത്തെ 5-ലേറെ തവണ ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസിന്റെ ഭാഗത്ത് ശ്രമം നടന്നിരുന്നു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പോലീസ് അതേസമയം സംയമനം പാലിച്ചു. എസ്എഫ്ഐ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വനിതാ പ്രവർത്തകരടക്കം നിരവധി എസ്എഫ്ഐ പ്രവർത്തകർ, സംസ്ഥാന കമ്മിറ്റി നേതാക്കളുടെ, സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ആഹ്വാനപ്രകാരം അവരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ കണ്ടതുപോലെ ആ പ്രതിഷേധത്തിന് പിന്നാലെയുള്ള പ്രതിഷേധ സമരം എസ്എഫ്ഐ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് സമരം നടക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയെന്ന വണ്ണമാണ് തലസ്ഥാനത്തും വലിയ പ്രതിഷേധം നടക്കുന്നത്. ഇനി പ്രവർത്തകർ സ്വയം പിരിഞ്ഞു പോകുമോ അതല്ല അറസ്റ്റ് ചെയ്ത് പ്രവർത്തകരെ നീക്കേണ്ടി വരുമോ എന്നാണ് ഇനി നമ്മൾ കാണേണ്ടത്. പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങി അറസ്റ്റ് വരിക്കുമോ